ഹായ് മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് നമ്മൾ വിചാരിച്ചണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ. അപ്പം നിങ്ങളൊക്കെ റെഡിയാണോ? അപ്പം നമ്മളും റെഡിയാണ് കേട്ടോ. അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ കമൻറ്റ് ഞാൻ പറയണില്ല കേട്ടോ. അത് എല്ലാവർക്കും എഴുതി ഉണ്ടാക്കാനും വല്ലാത്ത പണിയേക്കാരം. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ കമൻറ്റ് ഇടാത്തത്. അപ്പോൾ കമൻറ്റിൻ്റെ വർത്താനമൊന്നും ഇപ്പോൾ ഞാൻ പറയണില്ല. അപ്പോൾ നമ്മളിന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ബൂരിയാണ് കേട്ടോ. പിന്നെ കേങ്ങ് കുത്തി ഉടച്ചിക്കാണ്ട് നമ്മൾ കേങ്ങും കൂട്ടാനുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബൂരി ആയിക്കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് തിരുപ്പതി ഈ ഒരു കൂട്ടാനാണ് കേട്ടോ. പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കേങ്ങ് വേവിച്ചുകാണ്ട് പിന്നെ കരിയേപ്പും കടുക് ഇട്ടുകാണ്ട് പൊട്ടിച്ചണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേങ്ങൊക്കെ ഒന്ന് നല്ലോണം കുത്തി ഉടച്ചിക്കണേ. ഇനി നമുക്ക് നമ്മളെ ബൂരി ഓരോന്നോരോന്ന് പരത്തിയിട്ട് നമുക്ക് നമ്മളെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇട്ടത് തന്നെ പാളിക്കണം കേട്ടോ. അതൊക്കെ അങ്ങോട്ട് മടങ്ങി ഇതായിക്കണേ. ഇനി നമുക്ക് രണ്ടാമത്തതും ഇട്ട് നോക്കാം. അപ്പോൾ ഒന്ന് മടങ്ങിയതൊക്കെ ഒന്ന് ചൊഗ്ഗിനാക്കിയൊക്കെ കൊടുത്തുട്ടോ. പക്ഷേ എങ്കിലും അങ്ങോട്ട് നേരിനില്ല. പിന്നെ ഏതായാലും ഒന്നാമത്തെ ഞാൻ അങ്ങനെ പാളിയെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ രണ്ടാമത്തെ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പം അങ്ങനെ രണ്ടാമത്തോ മൂന്നാമത്തതും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ നമ്മളെ ബൂരി ഇങ്ങനെ ഞാൻ പൊരിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ബൂരി ചുട്ടിക്കണത്. മൈദയൊന്നുമല്ല, നല്ല ക്രിസ്പി ആയിട്ടില്ലേ നമ്മളെ ബൂരി തന്നെയാണ് കേട്ടോ. അങ്ങനെ ബൂരിയൊക്കെ നമ്മൾ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ബൂരി മുഴുവനും ചുടണമെന്ന് ഞാൻ കാട്ടിയിട്ടില്ല. അപ്പം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും ചേച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാനൊരു പിരാന്തേക്കാരം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും പിരാന്ത് തന്നെ ഇക്കാരം. എന്നിപ്പോൾ ഈ ചോറും കൂട്ടാനും കണ്ട് നിങ്ങൾക്കൊക്കെ പിരാന്ത് പിടിച്ചാൽ തുടങ്ങിയേക്കും. പിന്നെ ഇപ്പം നമുക്ക് വേറൊരു കണ്ടൻറ്റും ഇല്ല ഇടാൻ. പിന്നെ വേറെ ഏതെങ്കിലും കണ്ടൻറ്റ് ഇട്ടാലും അതൊക്കെ കയറുമില്ല. ഇങ്ങനത്തെ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടാൽ ഒരു 300, 350, 400, 500 അങ്ങനെ അങ്ങോട്ട് കയറിപ്പോവും. അഥവാ ചക്കട്ട് മുയൽ ചത്തു പറഞ്ഞ മാതിരി ചിലപ്പോൾ ഒരു 1000, 1500 കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോസുമ്പോൾ തന്നെ പിടിച്ചിരിക്കണത്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞോടിപ്പോൾ ഇനി കുറയൊന്നും ഇല്ലേന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പൊടിയാടില്ല. കുറയാണെങ്കിൽ കുറയട്ടെ, നമുക്ക് കിട്ടാൻ വിചാരിച്ചിക്കണേലേ കിട്ടുള്ളൂ. അതിപ്പോൾ കുറേ ഇതാക്കിയിട്ടിട്ടും കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മൾ സൈക്കിൾ എടുത്ത് കൂടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഏതായാലും ബൂരി പൊരിച്ചിന്ന് ഞാൻ കുറച്ച് ഓയിലൊക്കെ മുക്കിയിട്ട് അതിൽ തന്നെ കടുകും കരിയേപ്പിട്ടേക്കാണ്ട് നമ്മളെ കേങ്ങ് കുത്തി പിടിച്ചിട്ടുണ്ടല്ലോ അത് കടുവർത്തെടുത്തുക്കണം കേട്ടോ. പിന്നെ പയറുണ്ട് ഇനി ഉപ്പേരി വെക്കാൻ. അപ്പോൾ ഇനി തിജ്ജ് കെട്ട് കഴിഞ്ഞാൽ പിന്നെ തിജ്ജ് കത്തിച്ചാൻ വേണ്ടി നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസുമ്പോൾ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ എന്താട്ടി വേഗം ഞാൻ കുറച്ചും കൂടി ഓയിൽ പാർന്ന് വെച്ചിട്ട് നമ്മൾ ഈ പയറുണ്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് പയറാണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഓരോ പണി കഴിഞ്ഞാൽ പിന്നെ അത്രയും ലാഭമല്ലേ. അല്ലെങ്കിൽ തിജ്ജ് കെട്ട് കഴിഞ്ഞ് പിന്നെ അതൊന്ന് കത്തിച്ച് ചോറ്റിന് വെള്ളം വെച്ച് ചോറൊക്കെ വെന്തിട്ട് വേണം പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് ഈ ഉപ്പേരി എന്തെങ്കിലും വെക്കാൻ പോകും. അല്ലെങ്കിൽ പിന്നെ ഗ്യാസുമ്പോൾ കയറ്റിയേക്കണം. അപ്പം എന്നാൽ ഇപ്പോൾ ഏതായാലും തിജ്ജ് കത്തുന്നുണ്ട്. എന്നാൽ പിന്നെ പയറുണ്ട് അരിഞ്ഞിട്ട് നമുക്ക് പയറിൻ്റെ ഉപ്പേരിയാണ് വേവിച്ചേക്കാം. പിന്നെ ചോറ്റിന് തണിയും തീമ്പടാലോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നും ഇപ്പോൾ ഒരേമാതിരി ആകുമില്ല. ഓരോ ദിവസം ഓരോരോ കാറ്റാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ കാറ്റാണ്. ചിലപ്പം ഗ്യാസുമ്പോൾ വെക്കും, ചിലപ്പോഴോ അടുപ്പത്ത് തന്നെ വെക്കും. ഇന്നിപ്പോൾ തിജ്ജൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് തന്നെയാണ് വെക്കാമെന്ന് വിചാരിച്ച്. ഒക്കെ വേണമല്ലോ നമ്മൾ നോക്കാം. ഗ്യാസും വേണം ശ്രദ്ധിച്ചാൽ, വിറകും വേണം ശ്രദ്ധിച്ചാൽ. അപ്പോൾ ഏതായാലും നല്ല ഓയിലൊക്കെ ചൂടായപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും കരിയേപ്പും ഇട്ട് മൂപ്പിച്ച് നമ്മളെ പയർ കഴുകി അതിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ പയറൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളെ പയർ അങ്ങനെ ആവിക്ക് കടന്ന് അങ്ങനെ വേകട്ടെ കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും പാരണ്ട. ഇത് മൂടി വെച്ച് കണ്ടെ വേവിച്ചുമ്പോഴത്തിന് അതിൽ വെള്ളം പൊടിയിട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. തുറന്നും അടച്ചും എന്നിങ്ങനെ വേവിച്ചെടുക്കണമുണ്ടോ. വെള്ളം കുറച്ച് പൊടിഞ്ഞിക്കണതിൽ ഞാൻ വെള്ളത്തിൽ തന്നെ കടന്ന് അങ്ങനെ വെന്തോളൂ കേട്ടോ. നമ്മൾ വെള്ളമൊന്നും പാർന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായതാണ്. ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പയർ മാങ്ങി വെക്കാം. അങ്ങനെ പയർ നേരം വെക്കുമ്പോൾ തന്നെ പയറായി. ഇനി ചോറ്റിനില്ല തണിയും തീമ്പട്ടിക്കണം കേട്ടോ.
ഇനി അതവിടെ കടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ആ വെള്ളമൊക്കെ അവിടെ കടന്ന് ചൂടാകട്ടെ. നമ്മൾ ഉപ്പേരി സെറ്റ് ആക്കണം കേട്ടോ. ഇനി നമുക്കത് അവിടെ മൂടി വെച്ചിക്കാണ്ട് നമുക്ക് മിറ്റടിച്ച് വരാനുണ്ട്, പാത്രം മൂറാൻ, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടല്ലോ. ഇനി അങ്ങനെ ഇതാക്കണ സനുവിനും മിന്നുട്ടിക്കും ചായ കൊടുക്കുകയാണ് കേട്ടോ. ഉണ്ടാക്കും ഞാൻ ചായ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളും ചായ കുടിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ. പിന്നെ ഞാൻ സനുവിന് കുറച്ച് കൂട്ടാട്ട് കൊടുത്തു. പിന്നെ ഞാനും തന്നെ ഒരു 3-4 പൂരി നമ്മൾ കൊടുത്തേക്കണം കേട്ടോ. ഇതാകുമ്പോൾ നല്ല പോളിങ്ങാണ് എല്ലാവർക്കും. ഇങ്ങനത്തെ അല്ലെങ്കിൽ പിന്നെ കോഴിച്ചാറൊക്കെ വേണം. അപ്പോഴും രസമാണ് കേട്ടോ. ഈ പൂരിക്ക് വറുത്തരച്ച കോഴിച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അപ്പം അങ്ങനെ ഞാനിതാക്കണേ. സനു എടുത്ത് ചായ കൊടുത്തേക്കണം. പിന്നെ ഞാനും തന്നെ ചായ എടുക്കുകയാണ് കേട്ടോ കുടിച്ചാനും. ഈ ചായ കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി പാത്രം മോറണം, അടിച്ചു വരണം, തുടക്കണം, ഇതൊക്കെ പണ്ട്. അതിൻ്റെ ഇടയിൽ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചീരയൊക്കെ നട്ടിനല്ലോ, അതൊന്ന് നനക്കാൻ വേണ്ടി പോയിക്കണം കേട്ടോ. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. ചെറുതായിട്ടൊന്ന് മുളച്ച് നിൽക്കണേ കണ്ടില്ലേ. ഇനി കുറച്ചുകൂടി വലിയതായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മുളച്ചത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം. അപ്പോൾ ആ സന്തോഷം നിങ്ങൾക്ക് കൂടി ഒന്ന് പങ്കിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. നിങ്ങൾ കണ്ടീനല്ലോ നമ്മൾ ഈ ചീര പാകണത്. അപ്പം അങ്ങനെ ഇതാക്കണേ. ചീരക്കൊക്കെ നനച്ചു കൊടുക്കണം. നമ്മളെ മുളക് അതേമാതിരി തക്കാളി അതൊന്നും ഒരു ഉസാറില്ല. എന്താണാവുക. ഇനി കുറച്ച് വളമ്മ കൊടുന്നിട്ടെങ്കിലേ ഇപ്പം നന്നാവുള്ളൂ എന്ന് തോന്നുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ തിരിച്ചൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ചിട്ട് ചോറ്റിനിൽ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ചോറ്റിനിൽ അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അകടിച്ച് വരാൻ പോയി തുടച്ച് വരുമ്പോഴത്തേന് നമ്മളെ ചോറ് വന്നോളും. അപ്പോൾ ഓരോ പണി പെട്ടെന്ന് ഇങ്ങനെ തീർത്തെടുക്കണം. അപ്പോൾ പിന്നെ സനുവിന് പരീക്ഷയാണ്, ഓന് രാവിലെയാണ് കേട്ടോ. പിന്നെ മിന്നൂട്ടിനെ പറഞ്ഞേക്കണം. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ആ പണിയുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒന്ന് ചാറെന്താ വെക്കുക വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് മുതിര ചാറക്കാന്ന് വിചാരിച്ചേട്ടാ. കുറേ ആയിക്കണം മുതിര ചാറച്ചിട്ട്. പക്ഷേ എങ്കിൽ മുതിര ചാറച്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് മുതിരച്ചാറ്. അപ്പോൾ കല്ലുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ നമ്മളെ കുക്കറിൽ ഇട്ടുകൊണ്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് പൊടിച്ചുകൊണ്ട് ചാറച്ചാലാണ് രസം നമ്മളെ മുതിര. പിന്നെ സനുവിന് പോകാനുള്ള ബസ് വന്നിക്കണം കേട്ടോ. അങ്ങനെ ഓനൊക്കെ പറഞ്ഞേച്ച് നമ്മളെ മുതിര ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അത് അടുപ്പത്ത് വെച്ച് കണ്ടാണ് നമ്മൾ പോയിനത്. ഓൻ പോകുമ്പോൾ ഒരു ടാറ്റിയും ഒരു ഉമ്മിയും ഒന്ന് തരാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ. ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞു മെച്ചിയെ പോകാട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയാലും പിന്നെ ആ ബസ് വരുന്ന നേരത്ത് പിന്നെയും തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളാക്കിടും, മെച്ചിയേ പോകാട്ടോ. അപ്പോൾ ഓന് നമ്മളെ പോണ നേരത്തൊന്നും കൂടി കാണണം, ഒരു ടാറ്റിയും തരണം, അപ്പോഴേ ഓന് സമാധാനമാവുള്ളൂ. അപ്പം ഞാൻ ഓന് സമാധാനം ഉണ്ടാകാതൊക്കെ ഉണ്ടായിട്ട് ഞാൻ എവിടെയാണെങ്കിലും വണ്ടി ചെല്ലും കേട്ടോ. പിന്നെ ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ ചോദിച്ചു നിങ്ങൾ എന്തേമ്മ വരാഞ്ഞേ, ടാറ്റ എന്ന് കാണാഞ്ഞേന്നൊക്കെ പറഞ്ഞ് പരാതികളൊക്കെ പറയും. അപ്പോൾ അതിന് ഞാൻ വണ്ടി ചെല്ലും കേട്ടോ. പിന്നെ നമ്മളെ മുതിരയൊക്കെ ഞാൻ വറുത്തുകാണ്ട് ചൂടാറാൻ വേണ്ടി വെച്ചിന്. പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തേക്കണം കേട്ടോ. അങ്ങനെ വറുത്ത് പൊടിച്ചാലാണ് നമുക്ക് നല്ലൊരു തീർപ്പതി കേട്ടോ. പിന്നെ ഒരു തക്കാളി, ജീരുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ 2 കുലുക്ക് പുളി ഇട്ടിക്കണം കേട്ടോ. ഒക്കെ പാടിട്ട് നമ്മൾ കുക്കറിലിട്ടിക്കണ് വേഗട്ടെ. പിന്നെ 2 മുട്ട എടുത്തുകൊണ്ട് ഞാൻ പൊരിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളെ മീൻകാരൻ കാക്കാനെ കാണാമല്ലോ കേട്ടോ, കാത്തു നിൽക്കുക എന്നല്ലാതെ വരലില്ല. അപ്പം കോഴി 2 കണ്ടം കൂടിയൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ 2-3-4 ദിവസമായിട്ട് അതുതന്നെയായിട്ട് മക്കൾക്കൊക്കെ കോഴി മാണ്ടമ്മ എന്നൊക്കെ. അപ്പം മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം മീൻകാരൻ കാക്കാനെ തിരഞ്ഞിട്ട് 2 ദിവസം ഇന്നലെ ഒന്നും കണ്ടില്ല. അപ്പം ഇന്നിപ്പോൾ നമ്മളെന്താട്ടി മുട്ടയുണ്ട് പൊരിച്ചിട്ട് കാണാം കേട്ടോ. 2 മുട്ട മുന്നോട്ടേക്ക് കൊണ്ടുപോകും ചോദിച്ചാൽ ഞാൻ ബാക്കി നമുക്ക് എടുത്തേക്കാം. മറിച്ചിട്ടപ്പോൾ ഏതായാലും ഇന്ത്യൻ്റെ ഭൂപടം പോലെ അവിടെയും ഇവിടെയൊക്കെ കയറിയിരിക്കണം കേട്ടോ. പിന്നെ ഓക്കില്ലത് ഞാൻ പിന്നെ ഓളെ കൂട്ടാൻ പാത്രത്തിലാക്കിയിട്ട് ഓക്ക് ബാഗ് കൊണ്ടിടാൻ പറഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ ഓളും അത് കൊണ്ട് ബാഗൊക്കെ കൊണ്ടുപോയിട്ടിരിക്കണേ. പിന്നെ അങ്ങനെ ഓളെ പറഞ്ഞയച്ചു. ബാക്കിയുള്ള മുട്ട പൊരിച്ചിട്ട് ഞാൻ മൂടി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മളെ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചിക്കണേ. പിന്നെ നമ്മൾ ജീവനെ റേഷൻ പീടികയ്ക്ക് പറഞ്ഞയച്ചിനി കേട്ടോ. അപ്പോൾ 2-3 പാക്ക് ഗോതമ്പ് പൊടി ഉണ്ട്. പിന്നെ ചാക്കേരിയും പച്ചേരിയാണ് കേട്ടോ. കഴിഞ്ഞ മാസമൊക്കെ പച്ചേരി 2 കിലോനൊക്കെ ഉള്ളേനി കേട്ടോ, കുറച്ചുള്ളേനി. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇജ്ജ് ചോദിച്ചു നോക്കണ്ടി പകുതിയും കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഏതായാലും ചോദിച്ചപ്പോൾ ഏതായാലും പകുതിയും കിട്ടിക്കണം കേട്ടോ. അപ്പോൾ പകുതി ചാക്കേരിയും പകുതി പച്ചേരിയാണ് കേട്ടോ. പച്ചേരി നമുക്ക് കേയ്യ് ഉണക്കിയാൽ
പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നൂൽപുട്ടും പത്തിരിയും അപ്പവും ഒക്കെ ചൂടാലോ. അപ്പോൾ എഴുതിക്കാണ്ട് കുറച്ചാണ്ട് ഉണക്കി പൊടിച്ച് നമ്മളെ പൊടി കുറേ ആയിക്കണ് കഴിഞ്ഞിട്ട്. അപ്പം ഇനി നമുക്ക് ഒരു 5-6 കിലോനൊക്കെ നമുക്കാണ്ട് കേക്ക് ഉണക്കിക്കാണ്ടാണ് പൊടിപ്പിച്ചണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെ മുതിരയൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും ജീരുള്ളിൻ്റെ 2 പോണയിട്ടിട്ട് തേങ്ങ അരച്ച് പാർന്നിക്കണം കേട്ടോ. ഈ മുതിരച്ചാറ്റിൽ തേങ്ങ അരച്ച് പാർന്നാൽ ആണ് ടച്ച് രസം, അല്ലെങ്കിൽ ഒരു ബൗസ് കിട്ടൂല കേട്ടോ മുതിരച്ചാറ്. അത് പാർന്നുകാണ്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് തൂമിച്ചെടുക്കണം. തൂമിച്ചാൽ വേണ്ടി നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കിക്കണം കേട്ടോ. ജീരുള്ളിയും വെളുത്തുള്ളിയും കരിയേപ്പും പിന്നെ ഒരു തുള്ളി മുളകും പൊടിയും പാടെ ഇട്ട് കണ്ടാണ് നമ്മളെ മുതിര ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പം മുതിര ചാറൊക്കെ ആണെങ്കിൽ ഉണക്കമീൻ ഉണ്ടായാൽ നല്ല രസമാണ് കേട്ടോ. മുതിരച്ചാറും ഉണക്കമീനും. ഇപ്പോൾ ഉണക്കമീനൊന്നും കിട്ടില്ല, പച്ചമീനിലേറെ വിലയാണ് തന്നെയാണ് ഉണക്കമീനിന്. അപ്പം നമ്മളേതായാലും മുട്ടയും പൊരിച്ചിക്കണം, പയറുപ്പേരിയുണ്ട്, നമ്മളെ മുതിരച്ചാറും അങ്ങനെ ഒക്കെ റെഡി ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണം. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ചോറായി കൂട്ടാനായി ഒക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ ഏതായാലും നമ്മളെ മീൻകാരൻ കാക്ക വന്നിക്കണം കേട്ടോ. അൽഹംദുലില്ലാ ഹൈറ് വന്നിക്കണ്. നമ്മളേതായാലും ഒരു 50 ഉറുപ്പ്യൻ്റെ മീൻ വാങ്ങിക്കണം കേട്ടോ. ഈ മീൻ പൊരിച്ചാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും മുട്ട ഏതായാലും പൊരിച്ചിക്കണേ. അപ്പം എന്നാൽ കുറച്ച് മീൻ എടുത്തുകാണ്ട് നന്നാക്കിക്കാണ്ട് വൈകുന്നേരത്തിന് പൊരിച്ചു. ഉച്ചക്കൊക്കെയല്ലേ ഇപ്പോൾ മുട്ടയുള്ളൂ. അപ്പം എന്നാൽ വൈകുന്നേരത്തിന് പൊരിച്ചാന്ന് കരുതി. അപ്പോൾ ഞാൻ ഏതായാലും മീൻ പൊരിച്ചാൽ പിന്നെ ഉച്ചക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് മീനാണ്ട് എടുത്തുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ചാണ്ട് എടുത്ത് നന്നാക്കി വെച്ച് ഉപ്പും മുളകും തിരുമ്പി വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാതെ പൊരിച്ചിട്ട് ബാക്കി മീനെ പൊടിച്ചൊക്കെ തന്നെയാണ് കയറ്റി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഈ മീൻ നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഈ മീൻ നന്നാക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ചെളുക്കിയൊന്നുമില്ല. അതിൻ്റെ വാലിൻ്റെ അറ്റത്തൊരു മുള്ള് മാത്രം ഉണ്ട് കേട്ടോ. അതൊന്ന് ചെത്തിട്ടാൽ മതി, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ മീൻ പൊരിച്ചാൽ നല്ല രസമാണ് കേട്ടോ തിന്നാൻ. അപ്പോൾ നമ്മൾ മീൻ നന്നാക്കിയപ്പോൾ നമ്മളെ തങ്കുപൂച്ചയുണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോൾ മീൻ നന്നാക്കണോ അപ്പോഴൊക്കെ നമ്മളെ തങ്കുപൂച്ച ഉണ്ടാകും. ഓളില്ലാഞ്ഞാൽ പിന്നെ ഒരു പൊറുതേടാണ് കേട്ടോ. നന്നാക്കണേ ഓക്ക് അങ്ങനെ ഇട്ടെടുത്താൽ മതി. എന്നാൽ പിന്നെ വലിച്ചെറിയേണ്ട ആവശ്യമല്ല താലിയൊന്നും, ഓള് തിന്നോളും. അങ്ങനെ മീനൊക്കെ നന്നാക്കി കേകി ഉപ്പും മുളകും ഒക്കെ തിരുമ്പി ഞാൻ ചട്ടിയിലിട്ടിക്കണം കേട്ടോ പൊരിച്ചാൻ. അപ്പം അങ്ങനെ ഇതാക്കണ ഒരു ഭാഗം പൊരിഞ്ഞ് വന്നപ്പോൾ മറ്റേ ഭാഗം കൂടി ഞാൻ മറിച്ചിട്ട് കൊടുക്കണുണ്ട് കേട്ടോ. നല്ലൊരു മണം ഉണ്ടായിന് കേട്ടോ നമ്മൾ ഈ മീൻ പൊരിച്ചപ്പം. നല്ല സൂപ്പർ മണം കേട്ടോ. വെളുത്തുള്ളിയും ജീരുള്ളിയും ഒക്കെ ചതച്ചിട്ടിനി. അപ്പം ചതച്ചതും ഒക്കെ ഇട്ട് കാണ്ടാണ് നമ്മൾ കുറച്ച് നേരം മസാലയൊക്കെ കൂട്ടി വെച്ച് കാണ്ട് നമ്മൾ പൊരിച്ചെടുത്ത് കേട്ടോ. പിന്നെ ഇതങ്ങനെ പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഉച്ചക്കൊക്കെ കുറച്ച് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ബാക്കി ഇനി നമുക്ക് പൊടിച്ചിക്കാണ് കയറ്റിയേക്കാം. ഇതവിടെ കടന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ സനുവിനൊന്നും വേണ്ടി വരില്ല മീൻ കേട്ടോ, മുട്ട ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും മുട്ട കണ്ടെടുത്തിട്ടില്ല കേട്ടോ. ഇച്ച് മീൻ കണ്ടപ്പോൾ പിന്നെ മീൻ മതിയും തോന്നി. മുട്ട നമ്മൾ സനുവിന് കൊടുത്തിട്ടോ. ഓന് കഞ്ഞി മുട്ടയാണ് ഓൻ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഓനിപ്പോൾ മീൻ വേണ്ട വെച്ച് മുട്ട മതിയാണ്. അപ്പം 5 മുട്ടയും കൂടെ ഓനാണ് കൊടുത്തു ഞാൻ. അങ്ങനെ അച്ചാറും പയറുപ്പേരിയും നമ്മളെ മുതിരച്ചാറും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ. മുതിരച്ചാറ് ഭയങ്കര തീർപ്പതിയാട്ടോ. ഇച്ച് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പാരണം, കുറച്ച് അച്ചാറും കുറച്ച് പയറുപ്പേരിയും പിന്നെ ഒരു മീനിൻ്റെ ഒരു കണ്ടോ എടുത്ത് കുഴച്ച് തിന്നാലിൻ്റെ മക്കളെ അതിൻ്റെ ഒരു രസം എന്താണെന്നറിയാം. മുതിരച്ചാറന്നെ നല്ല രസമാണ്. അപ്പം ഇനി പറയണോ അല്ലേ, ഒക്കെപ്പാടെ കൂട്ടി കുഴച്ചിട്ടുണ്ടല്ലോ, ഒരു പൊടുത്തണ്ട് പൊടിച്ചാൽ മതി. തൊള്ളയിൽ ഇപ്പം തന്നെ വെള്ളം വരിക അതിങ്ങനെ കണ്ടിട്ട്. മുതിരച്ചാറ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ അച്ചാറിൽ ഒരു ചീരാപ്പറങ്കിമുളക് ഉണ്ടേനി, അതും കൂടി ഒന്ന് കടിച്ചൂട്ടി അങ്ങനെ നമ്മൾ ചോറ് കഴിച്ചാണ്. പിന്നെ പയറിലുള്ളൊരു മുളക് ഉണ്ടേനി, അതും ഒന്ന് ഞൗണ്ടി നമ്മൾ അതും കൂട്ടി വാരി വെച്ചാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം എത്ര ഉള്ളൂ, നിർത്തട്ടെ.